അപ്പോൾ നമ്മൾ ബാറ്ററി വയറൊക്കെ നോക്കി അതിലൊക്കെ ലൂസ് ആണെങ്കിൽ അതൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ വണ്ടി വഴിയിലായി ചിലപ്പോൾ നമുക്ക് റിപ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. മേശിരി വരുമ്പോഴത്തേന് ചിലപ്പം രാവിലെ ആവും. അങ്ങനെ 2-3 പ്രാവശ്യം വണ്ടി വഴിയിലായിട്ടുണ്ട്, ഞാൻ കിടന്നിട്ടുണ്ട്. കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല. അതൊക്കെ സൂക്ഷിച്ചാണ് നമ്മൾ കിടക്കുന്നത്. അപ്പം വണ്ടി നിങ്ങൾ വഴിയിലാവുമ്പോൾ എവിടെ വണ്ടി ചില ഏരിയയിലൊക്കെ വണ്ടി വഴിയിലായ അടുത്ത് മാർക്കറ്റോ കടകളോ പെട്രോൾ പമ്പോ ഒന്നും കാണത്തില്ല. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ ചിലപ്പോൾ അങ്ങ് പോവും, ചിലരൊക്കെ നിൽക്കും, ചിലർ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ഓടുന്നത്. അവരെയും കുറ്റം പറയാൻ ഒക്കത്തില്ല. അവരെ ഫോൺ വിളിച്ച് മുതിർ പറയും, നീ പോയി ഇറക്കുക അവിടെ കിടക്കട്ടെ മേശിരി എന്ന് ശരിയാക്കിക്കൊണ്ട് അവൻ വന്നോളും, നീ പോയി പെട്ടെന്ന് ലോഡ് ഇറക്കാൻ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ജോലി ചെയ്യാനും അതുപോലെ അവരുടെ ഡ്യൂട്ടി നമുക്ക് സമയത്ത് ചെയ്യുകയും വേണം. അപ്പോൾ ചിലപ്പോൾ ഒരാൾ നമുക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല. നമ്മളതുകൊണ്ട് നമ്മൾ കരുതി ഓടണം സ്വന്തമായിട്ട്. നമുക്ക് വേണ്ടതെല്ലാം വാഹനത്തിൽ വേണ്ടതെല്ലാം വെള്ളവും അതുപോലെ അത്യാവശ്യം ആഹാര സാധനങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം എവിടെയെങ്കിലും വഴിയിലായ. പിന്നെ ഇതുപോലെ സേഫ്റ്റി ആയിട്ട് ബെൽറ്റ് അടിച്ചാൽ കിടന്നുറങ്ങാവും. ഓക്കെ, പിന്നെ ചെറിയ അത്യാവശ്യം പണി അറിയാതെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം, ടയറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കിടക്കുന്ന ബുദ്ധിമുട്ടുന്നവർ ഒത്തിരി പേരുണ്ട്. അങ്ങനെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയണേ. രാത്രി മൊത്തം കിടന്നു, ഇന്ന റൂട്ടിൽ കിടന്നു, ഇന്നടത്ത് കിടന്ന് പേടിയായിരുന്നു. അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ കള്ളന്മാരോ മോഷണമോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. എവിടെയൊക്കെയാണ് സേഫ്റ്റി ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ സ്ഥലങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ കിച്ചണൊക്കെ തുറന്നിട്ടുണ്ട്. കിച്ചണൊക്കെ തുറന്ന് സാധനങ്ങളൊന്നും പോയിട്ടില്ല. അതിനകത്ത് അത്യാവശ്യം ചെറിയ സിലിണ്ടറൊക്കെ ആയതുകൊണ്ട് അവർ കൊണ്ടുപോയില്ല. വലിയ സിലിണ്ടറൊക്കെ ആണ് എങ്കിൽ അവർ ചിലപ്പം പിന്നെ സിലിണ്ടറൊക്കെ എടുത്തുകൊണ്ട് പോകും. പിന്നെ വണ്ടിക്കകത്ത് കയറി നമ്മളെ ചിലപ്പോൾ ഉപദ്രവിക്കും. ഇപ്പോൾ ഉപദ്രവം കൂടുതലാണ്. പണ്ട് നമ്മുടെ കൂട്ടുകാർ പറയാറുണ്ട് ഉപദ്രവം ഇല്ലായിരുന്നു. പൈസ ഇതുപോലെ സ്പ്രേ അടിച്ച് നമ്മളെ ഉറക്കിയിട്ട് പൈസ വണ്ടിക്കകത്ത് കയറി നല്ല സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നല്ലാതെ നമ്മളെ ഉപദ്രവിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഉപദ്രവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി നോക്കുക. നിങ്ങൾ പുതിയ ആളാണോ, വണ്ടിയുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുക. നമ്മൾ അകത്തിരുന്നാൽ ഒരാൾക്ക് വണ്ടി വെളിയിൽ നിന്ന് തുറക്കരുത്. ഒരു കാരണവശാലും അവർക്ക് പെട്ടെന്ന് വെളിയിൽ നിന്ന് നമ്മൾ ഉറങ്ങുമ്പോൾ വെളിയിൽ നിന്ന് അവർക്ക് തുറക്കത്തക്കവണ്ണം വിധത്തിൽ ഒരു കാരണവശാലും അവർക്ക് തുറക്കാൻ പറ്റരുത്. ആ വിധത്തിൽ നമ്മൾ കുറ്റിയും കൊളുത്തോ ബെൽറ്റോ ഒക്കെ അടിച്ച് കിടന്നു അത് നോക്കുക. പിന്നെ പെട്രോൾ പമ്പിൽ കിടന്നുറങ്ങാം. അതൊക്കെ ഉള്ളിൽ സേഫ്റ്റി. മാക്സിമം പെട്രോൾ പമ്പിൽ നിങ്ങൾ കിടന്നുറങ്ങാം കേട്ടോ, മറക്കരുത് ഈ കാര്യം. പിന്നെ വെട്ടവും വെളിച്ചോ എവിടെ അഥവാ കിടന്നാലും അവിടെ വെട്ടം ഇല്ലെങ്കിൽ അവിടെ കിടക്കരുത്. ചൂടെ മാറ്റിക്കൊണ്ട് കിടക്കണം. എങ്ങനെയെങ്കിലും ഉറക്കം വന്നു ഒന്ന് കഴുകി ഒരു 10 കിലോമീറ്റർ ദൂരം പാർക്കിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒന്ന് മുഖം കഴുകി ഒന്ന് ഇറങ്ങി നടന്ന് വീണ്ടും അവിടെ വരെ ചെന്ന് വണ്ടികളൊക്കെ ഉള്ളിടത്ത് കിടന്നുറങ്ങാം. അത് സേഫ്റ്റിയാണ്. വെട്ടവും വെള്ളം ഉള്ളിടത്ത്, പാർക്കിംഗ് ഉള്ളിടത്ത് പ്രോപ്പറായിട്ട്. പിന്നെ റോഡിലും പാർക്കിംഗ് എഴുതിയിട്ടുണ്ട്, അവിടെ നമുക്ക് കിടന്നുറങ്ങാം. എങ്ങനെയായാലും വണ്ടികളൊക്കെ ഉള്ളിടത്തും നമ്മുടെ വണ്ടിയും മറ്റു ഡ്രൈവറുടെ വണ്ടിയൊക്കെ കാണത്തക്ക വെണ്ണം വിധത്തിൽ നമ്മൾ കിടന്നുറങ്ങണം. എല്ലാം അങ്ങ് അടച്ചു പൂട്ടി കിടന്നുറങ്ങരുത്. അകത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റുള്ളവർക്ക് അറിയാൻ ഒക്കത്തില്ല. ഗ്ലാസ്സൊക്കെ